ശ്രീ നോബൽ മാത്യു, സാധാരണ നിലയിൽ മൂന്നാമത് താങ്കളിലേക്ക് വരേണ്ടതാണ്. പക്ഷേ തീർത്തും അപ്രസക്തമാകുന്ന വോട്ട് ഷെയർ ആണ് നിലമ്പൂരിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് നിന്ന് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. 2016-ൽ BDJS മത്സരിച്ചപ്പോൾ ഏതാണ്ട് 12,200 ചില്ലാനും വോട്ട് നേടിയ ഇടത്താണ് ഈ ചുരുങ്ങിയ വോട്ടിലേക്ക് 8,648 വോട്ടിലേക്ക് BJP ചുരുങ്ങിപ്പോയത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതാണ് നിങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ? ഒന്ന്, 2016-ലെ സ്ഥിതിയല്ല 2021-ലുണ്ടായത്. 2021-ൽ ഞങ്ങൾക്ക് ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുണ്ട്. BJP എന്ന പ്രസ്ഥാനം 7,700 ചില്വാനം പുതിയ വോട്ടുകളുണ്ട്. അങ്ങനെയുള്ള പുതിയ വോട്ടുകൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ മുൻ വോട്ടിനേക്കാൾ വോട്ട് ഷെയർ കുറവാണ്. ഞാൻ പറഞ്ഞു വരട്ടെ. BJP എന്ന പ്രസ്ഥാനം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ. കേരളത്തിലെ BJPയെക്കുറിച്ച് ധാരണകളെക്കാൾ ഉപരി തെറ്റിദ്ധാരണകളാണ്. ആ തെറ്റിദ്ധാരണകൾ കേരളത്തിലെ ജനങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ട് എന്താണ് BJP, അഖിലേന്ത്യാടിസ്ഥാനത്തിൽ BJP ചെയ്യുന്ന കാര്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കക്ഷി എന്നുള്ള നിലയിൽ BJP ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളിവിടെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഇത് അനവസരത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണം. അങ്ങനെയാണ് ഞങ്ങളിതിൽ മത്സരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഞങ്ങൾക്ക് വോട്ട് ഷെയറിൻ്റെ കാര്യം അല്ല, ഇതിനു മുമ്പ് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് വോട്ടിംഗ് ശതമാനം വോട്ടും കുറയുകയാണ് ചെയ്തത്. 2021 മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻപിള്ള സാർ മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങൾ പുറകോട്ട് പോയി. അതുപോലെ കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് ഞങ്ങൾ പുറകോട്ട് പോയി. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ജനറൽ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന വോട്ടിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയി. പക്ഷേ ഇവിടെ ഞങ്ങൾ വോട്ട് 2021 വോട്ടിനേക്കാൾ 100-ലധികം വോട്ടുകൾ ഞങ്ങൾ കൂടി വാങ്ങിക്കുകയും ചെയ്തു. ഇത് ഞങ്ങൾ ഇവിടെ മത്സരിച്ചത് പിണറായിസത്തിനെതിരെയോ സതീശനിസത്തിനെതിരെയോ അതുപോലെ അൻവറിസത്തിനെതിരെയോ ഒന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് വിശകലനം ചെയ്താൽ നിലമ്പൂർ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ UDFിൻ്റെ കേന്ദ്രമാണ്. ഈ അൻവർ ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പന്തളം സുധാകരൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ അങ്ങനെ നിന്ന ആളാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെച്ചിരിക്കുന്ന വികസന രാഷ്ട്രീയമാണ്. ആ വികസന രാഷ്ട്രീയം ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി തന്നെ പറഞ്ഞു. ആ വികസന രാഷ്ട്രീയം ഞങ്ങൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ മുമ്പിൽ നിർത്തുന്ന ആ വികസന രാഷ്ട്രീയം അതാണ് ഞങ്ങളിവിടെ നടത്തിയത്. ഈ വികസന രാഷ്ട്രീയം ഞങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ആ പ്രചരണവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആ വോട്ട് ചെയ്തവരെല്ലാവരും ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുകയാണ്. അത് 916 ഹോൾസ്മാർക്ക് വോട്ടുകളാണ്. അത് വർഗീയതയ്ക്കെതിരെയുള്ള വോട്ടുകളാണ്, ജാതിക്കെതിരെയുള്ള വോട്ടാണ്, രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി ദേശീയതയ്ക്ക് വേണ്ടി ചെയ്ത വോട്ടാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കാരണം കോൺഗ്രസ് പോലും അവരുടെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടി, CPM ആരുമായിട്ട് കൂട്ടുകൂടിയില്ലെന്ന് പറഞ്ഞാലും മദനിയുടെ പാർട്ടിയുമായിട്ട് കൂട്ടുകൂടി എന്നുള്ള ഒരു നഗ്ന സത്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി പഴയ അത്രയും അവരുടെ തീവ്ര വർഗീയത ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് വികസനത്തിൻ്റെ വോട്ടാണ്. ആ വോട്ട് ഞങ്ങൾ കൂട്ടി കൊഴിയും. കേരളത്തിൽ 140 നിയോജകമണ്ഡലങ്ങളുള്ളതിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു റാങ്ക് അനുസരിച്ച് ഞങ്ങൾക്ക് 130ാമത്തെ നിയോജകമണ്ഡലമാണ് നിലമ്പൂർ. അത്ര ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ഈ ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചു. ഇതൊരു തുടക്കമാണ്. ഞങ്ങളിതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. ഞങ്ങളെപ്പോഴും ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നു, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നു, വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ കർഷക രാഷ്ട്രീയം പറഞ്ഞത് എന്നതാണ് അവിടുത്തെ ഞാൻ നിലമ്പൂര് 15 ദിവസം ഉണ്ടായിരുന്നു. 4.48% വോട്ട് ഷെയർ ഉള്ള പാർട്ടിയാണ്. 4.51 ചുരുങ്ങുന്ന 4.91 ചുരുങ്ങുന്ന ഒരു സാഹചര്യം. പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ സ്വാഭാവികമാണ്. പിച്ച വെക്കുന്ന പാർട്ടിയാണ് കേരളത്തിൽ നിയമസഭാ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് NDA എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. എന്തായാലും പുതിയ അധ്യക്ഷന്റെ കീഴിൽ നേരിട്ട ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവർ പിച്ച വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ന്യായീകരണം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ